ആരിഫായോടൊപ്പം ക്യാമറമാനാ അല്ല അയ്യേ സുമേഷിനോടൊപ്പം എന്ന് പറയാൻ പറ്റുമോ? നാസൂസിനോടൊപ്പം ക്യാമറമാൻ നാസൂസിനോടൊപ്പം മലപ്പുറം ആരിഫ. അപ്പം മക്കളെ നമ്മളെ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നതാണ്. ഇങ്ങനെ വെറുതെയെങ്കിലും വൈകുന്നേരം അയക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പൊന്നാങ്കണ്ണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് മുള്ളാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയുണ്ട് ഇവിടെ സ്ഥലത്തേക്ക് ഒന്ന് വന്ന് നോക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്നും വന്നതാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായല്ലോ വന്നിട്ട്, അന്ന് വിചാരിച്ചിട്ട് വന്നതാ മക്കളെ. ഞാൻ ലേശം പൊന്നാങ്കണ്ണി നിന്നുള്ള വന്ന കേട്ടോ നമ്മളെ സ്ഥലത്ത്. നാളെ ഇക്കാക്ക് ഇതിൻ്റെ നല്ല കുറവുണ്ട് പൊന്നാങ്കണ്ണിൻ്റെ. അപ്പോൾ ഇതിനിത്തിരി എന്താ പറയുക ഉണ്ടാക്കിയിട്ട് നാളെ നമുക്ക് ഇതാക്കാൻ വിചാരിച്ചിട്ട് നല്ല നല്ല സംഭവമാണ് പൊന്നാങ്കണ്ണി. കണ്ണിന് കാഴ്ചക്കൊക്കെ നമ്മളവിടെയൊക്കെ തിരൂർ മാർക്കറ്റിലൊക്കെ ഒരു കെട്ടിന് 10 രൂപ 20 രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് സാധനം. ഞാനിവിടെ കണ്ടിരുന്നു, ഇവിടെ വന്നിട്ട് കഴിയാമെന്ന് വിചാരിച്ചിട്ട്. ഇതിനൊന്നൊരു എന്താ പറയുക കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ കുറേശ്ശെ കൊണ്ടുപോകാം, ഡെയിലി രസീച്ച കൊണ്ടുപോയിട്ട് ഫ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചാർജ് ഇതായാലോ? അത് ഡെയിലി ചാർജ് വെക്കണോ? അത് ഞാനൊക്കെ റെഡ് വന്നോ അപ്പം നമ്മൾ കുറച്ചും കൂടെ അരിയാം, എന്നിട്ട് പോവാം. ഇനി നാളെ കുറച്ച് നേരത്തെ വന്നിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, ആ തെങ്ങൊക്കെ ശരിയാക്കാണ്ട്. എന്നിട്ട് വേണം അവിടെ നമുക്ക് മോനൊക്കെ വിളിച്ചിട്ട് കൊണ്ടുപോകാൻ. ഇതൊരു കവറിലാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. കുറച്ചും കൂടെ കണ്ടിട്ട് അരിയാൻ എവിടെ വെക്കും നോക്കാം. ഇവിടെ വെക്കാം. നമ്മൾ ഇന്നലെ പറിച്ച പൊന്നാങ്കണ്ണി കേട്ടോ, ഫ്രഷ് ചീരയാണ്. പിന്നെ കച്ചറകളൊന്നും മണ്ണൊന്നും ഇല്ലയാണ്. അപ്പം ഞാൻ ഏതായാലും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മതി എന്ന് വിചാരിച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചു തരാം. ഇത് വളരെ എന്താ പറയുക ഔഷധ മൂല്യമുള്ളൊരു ചീരയാണ് പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞത്. വൈറ്റമിൻ എ കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൽ. നമുക്കറിയുന്നതല്ല നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുപോലെ കണ്ണിന് നല്ലതാണ്, മുടി വളർച്ചയ്ക്ക് കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ നല്ലൊരു സംഭവമാണിത്. കൂടുതൽ ഇപ്പം വേനൽക്കാലമല്ലേ, ചൂടുകാലം ആകുമ്പോൾ നമുക്ക് കൂടുതൽ പച്ചക്കറികൾ, ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. മുട്ട, കോഴി, ആട്, പോത്ത് അങ്ങനെയുള്ള ബീഫ് ഇതൊക്കെ ഒക്കെ ഒഴിവാക്കുക. പോത്ത് തന്നെ ബീഫ് തന്നെയാണ് ഞാൻ പറഞ്ഞ മീറ്റ്സും പിന്നെ എഗ്ഗ് ഇതൊക്കെ കഴിയുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇലക്കറികൾ വെള്ളം ധാരാളം കുടിക്കുക, പച്ചക്കറികൾ യൂസ് ചെയ്യുക, അതുപോലെ നട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കഴിക്കുക. വെള്ളം എത്ര വേണം എത്ര വെള്ളം വേണം എത്രയും കുടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഇതൊന്ന് നോക്കാം. ചെറുതായിട്ടുള്ള ഒരു കുറച്ച് ഒരു എന്താ പറയുക ഡാമേ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ആ രീതിക്ക് അനുസരിച്ച് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാ അതിന് ഒരു ദിവസം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും കാണിക്കാം. പിന്നെ അതുപോലെ ഹോം ടൂർ ചോദിച്ചിരുന്നു. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അത് പുതിയ വീട്ടിലേക്ക് വന്ന അപ്പോൾ അത് ഞാൻ ഇക്കാക്കൊന്ന് ഫ്രീ ആകുമ്പോൾ വീഡിയോ എടുക്കാൻ ഒരാൾ വേണം, ക്യാമറ ആയത് കാരണം. അപ്പോൾ നമുക്ക് അപ്പോൾ ഞാനത് വീഡിയോ അങ്ങനെ കാണിക്കാം. ഇപ്പം ഇത് കുറച്ച് കാര്യങ്ങൾ കിച്ചണത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള ചിലർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതെങ്ങനെ നമുക്ക് നോക്കാം. ഞാൻ ഉണ്ടാക്കി കാണിച്ചു, ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന ആ സ്റ്റൈലാണ് കാണിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇത് കഴുകാം.
ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ 30 രാത്രിയില്ല വന്നത് ആയിട്ടാണ് വന്നത്. അപ്പോൾ 1-ാം തീയതി ഇട്ടിട്ട് നമ്മൾ റെൻ്റ് കൂട്ടാം. അപ്പോൾ 1-ാം തീയതി ഇട്ടിട്ട് അങ്ങനാകുമ്പോൾ 3 ദിവസമായി. 3-ാം തീയതി ആണ് കിട്ടും. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ വീടൊക്കെ കാണിച്ചിരുന്നു വിചാരിച്ചായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് സെറ്റായിട്ട് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഒന്നും സെറ്റായിട്ടില്ല. കുറച്ചൊക്കെ കിച്ചണിൽ തന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡേ സെറ്റാക്കിയിട്ടുള്ളൂ. മറ്റേ സ്റ്റാൻഡിന് ഞാൻ കയറ്റി വെക്കണമെങ്കിൽ അപ്പോൾ അതിനൊക്കെ ഡ്രില്ലർ കൊടുത്തിട്ട് ചെയ്യണം, ഹോൾസ് ഇടണം. അൽഹംദുലില്ലാ മോനെല്ലാ സംഭവങ്ങളും അങ്ങനത്തെ ഒക്കെ വാങ്ങി വെച്ച് കാരണം ടൂൾസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പ്ലാനുണ്ട്. ടൂൾസിൻ്റെ ഒക്കെ അത്യാവശ്യം ഒരുപാട് ടൂൾസ് മോന് കണ്ടമാന പൈസക്ക് വേണ്ടി അവൻ്റെ നല്ലൊരു വരുമാനം തന്നെ അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ടൂൾസൊക്കെ അതിന് റെൻറ്റിന് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനുണ്ട് നമുക്ക്. അപ്പം അത് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാൽ നമ്മൾ റെൻറ്റിന് കൊടുക്കും. പിന്നെ അപ്പോൾ അത് വെച്ചിട്ട് എല്ലാം ചെയ്യാം. സമയമില്ല എന്നുള്ളൂ. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ മാഷാ അല്ലാ നല്ലൊരു കാലാവസ്ഥ. കുറച്ചോനെ എത്രയും പെട്ടെന്നൊരു മഴയൊക്കെ തന്ന് തണുപ്പിനുള്ള ഓവറാവാത്ത രീതിയിൽ നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥ തന്നെയാണ്. ഇത് ഇനി ഇതാക്കിയിട്ട് വേണം ഇന്ന് വൈകുന്നേരം പോയിട്ട് നാളേക്കുള്ള ലക്ഷം മുടി കൊണ്ടുവരണം. നല്ല സംഭവമാണ്. ഞാൻ ആദ്യം നിന്നിരുന്ന അതായത് പുതിയങ്ങാടി ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ പാടാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് മൊത്തം പാടങ്ങളാണ്, തോടും പാടമൊക്കെയാണ്. അപ്പം അവിടെയൊക്കെ നല്ല ഉണ്ടാവും. അപ്പോൾ അവിടേക്കൊക്കെ എന്താണെന്നറിയോ, ഈ ആൾക്കാർ വന്നിട്ട് ഉള്ളി കൊണ്ടുപോകலாம். അവർ വന്ന് ഉള്ളി കൊണ്ടുപോയി തോട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് നല്ല കഴുകി ഇതാക്കിയിട്ട് കൊട്ടയിലാക്കി വല വെച്ചിട്ട് അത് കെട്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ വെച്ച് കെട്ടാക്കിയിട്ട് അവർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം. നല്ലൊരു വിലക്ക് തന്നെ. ഇത് പല സ്ഥലത്തുനിന്ന് കയറ്റി പോകുന്നൊക്കെ ഉണ്ട്. നമ്മൾ ഫിറോസ് ചുട്ടിപ്പാറ അവർക്കൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇതന്നെയാണ് അവരൊക്കെ ഇതിപ്പോൾ കയറ്റി വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സായിട്ട് നമുക്ക് നമ്മളെ തൊടുവിലൊക്കെ ഇങ്ങനെ വെറുതെ കഴിക്കുമ്പോൾ അതിനൊരു വില നമ്മൾ കാണില്ല. നമുക്ക് ആടും കോഴി ചുട്ടുന്നൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടാവുക. പക്ഷെ അതിലൊക്കെ എത്രയോ 100 ഇരട്ടി പ്രോട്ടീനും ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുക നമ്മൾ തൊടു തന്നെ ഉണ്ടായിരുന്നു. അപ്പം പപ്പായൻ്റെ എല്ലാം ഞാൻ കുടിക്കണം എന്ന് വിചാരിക്കാൻ ഇവിടെ പപ്പായൻ്റെ മരമൊന്നുമില്ല. അപ്പോൾ പിന്നെ തൈ അവിടെ പോയിട്ട് പിന്നെ കൊണ്ടുവരേണ്ടി വരും. അവിടെ പിന്നെ തൈകളുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് കൊണ്ടുവരണം. വന്നിക്കട്ടെ 2 അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒറ്റയ്ക്ക് ക്യാമറ ഇട്ട് ചെയ്യുമ്പോൾ വലിയൊരു പാടാണ്. ബാക്കിൽ ആരെങ്കിലും ക്യാമറ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്ന്. അപ്പോൾ ഒക്കെ വിളിക്കുന്നുണ്ട് നോക്കട്ടെ.
ഇത് ഇത്ര പോലെ തേങ്ങയുള്ളൂ കേട്ടോ, കുറച്ച് മതി. 2 പച്ചമുളകും ലേശം ഉപ്പ് ഇട്ടുകൊണ്ട് ഞാനിത് ചമ്മന്തി പൊടിച്ചിട്ട് തരാം കേട്ടോ. നമ്മൾ ചമ്മന്തി പൊടിക്കുന്നത് ഈ അവിടെയെല്ലാം കേട്ടോ. സെറ്റാക്കിയിട്ടൊക്കെ വേണം. ഒക്കെ ഞാൻ നല്ല നേരത്തെ തേച്ച് കഴുകിയിട്ടതാണ്. എന്നാലും ചുമയെ നമ്മൾ കുഞ്ഞിച്ചട്ടികളൊക്കെ ഇവിടെ കൊണ്ട് വരികയും അപ്പോൾ മോട്ടർ ഇടണം. ലേശം കല്ലുപ്പും കൂടി ഇടാം. അപ്പം അതിട്ടിട്ട് ചമ്മന്തി അടുപ്പിക്കാം. ഓക്കെ, അപ്പം ആദ്യം മുളകൊന്നും ഇതാക്കാം. മുളകിൻ്റെ ഇടയ്ക്ക് പൊട്ടിക്കണ്ട അങ്ങനെയൊക്കെ തന്നെ. നമുക്ക് അരക്കണം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആകുമ്പോൾ പുറത്തായിട്ട് കോൺഫിഡൻസ് ഒരു ഉത്സാഹം. ഇത് മിക്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം അരച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റൗവിനേക്കാളും ഗ്യാസിനേക്കാളും ഇഷ്ടം അടുപ്പിൽ കത്തിച്ചിട്ടാണ്. ഞാൻ ഭംഗിവൊക്കെ പറയില്ല, പിന്നെ ചെറുപ്പം തൊട്ട് അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. പിന്നെ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗ്യാസുമ്മ തന്നെയാണ് അക്കാലം തൊട്ടിട്ട് 16 വയസ്സ് തൊട്ടിട്ട് ഗ്യാസുമ്മ തന്നെയാണ് കത്തിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് വരെ അൽഹംദുലില്ലാഹ് 2 കുറ്റി എപ്പോഴും വീട്ടിലുണ്ടാവും. അതൊക്കെ അള്ളാഹിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഇപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴേ ഉണ്ട്, എന്താ പറയുക, ഒരു കുറ്റി. ഇപ്പം അടുത്താണ് അവർ ഗ്യാസ് വാങ്ങിയത്. അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരു 4 ചുമര് സ്വന്തമായിട്ടില്ലാന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ നാടൻ സ്റ്റൈല് ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ മാത്രമല്ല, എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കഴിക്കുമ്പോൾ ഒരു സ്വാദുണ്ടല്ലോ ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഇപ്പത്തൊക്കെ, അതിനൊരു ഇത് വേറെ തന്നെയാണ് അല്ലേ. പിന്നെ ഇത് നോക്കിയാൽ നമ്മൾ മിക്സിയിൽ കറ മാറ്റി 4-5 പ്രാവശ്യം ആക്കിയാലും ഈ സ്വാദും ഈ ഒരു ഇത് കിട്ടില്ല. ഇവരുണ്ട് ഒരു അമ്മിമ ചോറിട്ടെടുത്തുന്നോ സംഭവം പൊളിക്കും. അതായത് ഞാൻ ഇവർ അമ്മിത്തറ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു. എനിക്ക് പുറത്ത് പോയിട്ട് ഇങ്ങനെ അരക്കണ വലിയ ഇഷ്ടമല്ല. ആരെയും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുമല്ല, ഞാനോട് തിരിയാൻ പറ്റില്ല, നമ്മളെ സൗകര്യത്തിന് പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള മഴ പെയ്താൽ പണി. അപ്പോൾ പിന്നെ ഉള്ളിലാകുമ്പോൾ നമ്മളെ സൗകര്യത്തിന് നമ്മൾ ചെയ്യാറ്. രാത്രി ആയാലും അരക്കാനോ പേടിയില്ലാതെ. ഇത്രേ ഉള്ളൂ, ചമ്മന്തിയായി റെഡിയായി. അപ്പോൾ നമുക്ക് നിന്ന് മാറ്റി വെക്കാം. മാറ്റിയൊക്കെയല്ല, ഇത് നമ്മൾ എന്തിട്ടുണ്ട്, ഇതിപ്പോൾ നമ്മൾ ഇലയിൽ കണ്ടിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. ഇതിൽ ചോറിട്ട് തിന്നാനേ ഞാൻ ഇന്നലത്തെ ചോറാണുള്ളത്. അല്ല, അപ്പോൾ ഞാൻ ചോറിട്ട് തിന്നിരുന്നു. ഇന്നലത്തെ ചോറ് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് ചോറിൻ്റെ ആവശ്യമില്ല, ഇഷ്ടമല്ല. കുറേ ചോറ് തിന്നിക്കണം. ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചോറേ കണ്ടു നേരം കണ്ടുകൂടാ. ഇത് ഇതാ ഇങ്ങനെ കുഴച്ച് വെക്കുക. നല്ല മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് കടുക് ഇട്ടുകൊണ്ട് അതിലുള്ള താളിച്ചെടുത്താൽ ഒന്ന് ലേശം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ പറ്റിയത്, എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല. ഇങ്ങനെ ഉണ്ടാകും ഇട്ടിട്ട് സെപ്പറേറ്റ് ഇട്ട് എല്ലാം സൂപ്പർ അല്ലേ, നല്ല ഫ്രഷ് അല്ല. ഇങ്ങനെ ഇങ്ങനോട് കേൾക്കും. കുട്ടീനെ പൊരിച്ചേട്ടാ, ഇങ്ങനെ അവിടെ നിന്നട്ടോ. ഇതൊക്കെ ഇല്ലാത്തത് കാരണം തന്നെയാണ് ഇപ്പോഴത്തെ കാലം ഇങ്ങനെ ആയത്. വേറെ ഒന്നുമല്ല, പഴയ ഭക്ഷണം പഴയ രീതിയൊക്കെ പോയി.
ന്യൂ ജനറേഷൻ വന്നു, ന്യൂ ഫുഡ് ന്യൂ സ്റ്റൈല് ഒക്കെ ആയി, എല്ലാം തല കൃത്യമാകും. ഇന്ന് എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യും. അവരൊന്നും കണ്ട് ചെയ്യുമ്പോഴത്തേന് അവർക്ക് ആകെ ക്ഷീണമായി കേടായി, അവിടെ വേദന ഇവിടെ പോച്ചല് അപ്പുറത്തത് നമുക്കില്ല. നമ്മളിപ്പോഴും കണ്ടില്ലേ എത്ര വീട്. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ ലേശം ഓയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് പുതിയ അടുപ്പാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാനാണ് ഇതിൽ കത്തിക്കുന്നത്. അച്ഛൻ വീട് പുതിയതാണല്ലോ, കണ്ടിട്ടില്ലല്ലോ, വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനാണ് ഇതിൽ ഫസ്റ്റ് കത്തിച്ചിട്ട് എന്താവും ഏതാവുമെന്ന് അറിയില്ല. പല വീടും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഒന്ന് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് അവിടെ കറക്റ്റ് നേരെ തീ കത്തിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് നോക്കിയാലോ. അതിനിടയിൽ ഒരു പ്രാവശ്യം ഞാനൊന്നും ഇങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശമല്ല സെറ്റായിരിക്കുന്നു. ഇത് മതി. നല്ല വെന്താലേ അതിൻ്റെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടും. പിന്നെ ഇത് എന്താ പറയുക, കെമിക്കലോ ഒന്നും ഇല്ലാത്തല്ലേ, മരുന്നൊന്നും അടിക്കാത്ത നല്ല നാടനല്ലേ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള സാധനം അതുപോലെ തന്നെ അടച്ചു മൂടി വേവിച്ച് വെച്ചാൽ നമുക്ക് സെറ്റായിരിക്കും. നല്ല മണം വരുന്നുണ്ട്. ചെറുപടി ഉണ്ടെങ്കിൽ ഇതിൽ നല്ല ഇതുണ്ടാവും കേട്ടോ, മണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുണ്ട് എടുത്ത് ഒഴിവാക്കാം, മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുടിക്കാനുള്ള ലേശം വെള്ളം വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ, ചെറിയ ജീരകം ആക്കുന്നുണ്ട്. അതങ്ങനെ അവിടെ തിളക്കട്ടെ. അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വേണമെങ്കിൽ നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം. ഒന്ന് തീയില്ലാത്തതാണ്. അപ്പോൾ അത് സെറ്റായി അടക്കണം. അപ്പോൾ ചെറിയൊരു കാഴ്ച, നമ്മളിവിടുത്തെ നിൽക്കുന്ന ചക്ക കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇതൊരു ഇടിച്ചക്ക ഉണ്ടാക്കാൻ നല്ല രസമാണ്. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, മാസലാമ.